നമ്മുടെ രാജ്യം ഇപ്പോൾ നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് തെരുവ് നായ ശല്യം. കൂട്ടത്തോടെ തെരുവുകളിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന നായകൾ ആളുകളുടെ ജീവന് പോലും ഭീഷണി സൃഷ്ടിക്കുന്ന സാഹചര്യമാണ് നിലവിൽ. ലോകത്ത് മിക്ക രാജ്യങ്ങളിലും ഇത്തരത്തിൽ പലതരത്തിലുള്ള മൃഗങ്ങൾ തെരുവുകളിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നത് കാണാം. എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായ ഒരു രാജ്യമുണ്ട്. ഇവിടുത്തെ തെരുവുകളിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ഒരു നായയെ പോലും കാണാൻ കഴിയില്ല. മനുഷ്യർക്കൊപ്പം മൃഗങ്ങളുടെ സുരക്ഷയ്ക്കും പ്രാധാന്യം നൽകുന്ന ആ രാഷ്ട്രമാണ് നെതർലൻഡ്സ്. വർഷങ്ങളെടുത്തുള്ള കൃത്യവും വ്യക്തവുമായ പദ്ധതിയിലൂടെയാണ് നെതർലൻഡ്സ് ഈ നേട്ടം കൈവരിച്ചത്. കർശനമായ നിയമങ്ങൾ പ്രാബല്യത്തിൽ കൊണ്ടുവന്നു. ഒപ്പം ജീവകാരുണ്യ പ്രവർത്തനങ്ങളും കൂടിയായപ്പോൾ പദ്ധതി ലക്ഷ്യം കണ്ടു. ഇവരുടെ ഈ നേട്ടം മറ്റുള്ളവർക്ക് ഉത്തമമായ ഒരു മാതൃകയാണ്. ഇവർ സ്വീകരിച്ച മാർഗങ്ങളും അത് നടപ്പിലാക്കിയ രീതിയുമെല്ലാം ഇന്നും ചർച്ചകളിൽ ഇടം പിടിക്കുന്നുണ്ടെങ്കിലും മറ്റാരും മാതൃകയാക്കാൻ ശ്രമിക്കുന്നില്ലെന്നതാണ് പ്രശ്നം. ശക്തമായ മൃഗസംരക്ഷണ നിയമങ്ങൾ പ്രാബല്യത്തിൽ കൊണ്ടുവരികയാണ് നെതർലൻഡ്സ് ആദ്യം ചെയ്തത്. 1990-ലായിരുന്നു ഇത് വിജയമായി തുടങ്ങിയത് 2019-ലാണ്. വളർത്തുമൃഗങ്ങളെ ഉപദ്രവിക്കുക, ഉപേക്ഷിക്കുക ഇതെല്ലാം വലിയ പിഴ ഈടാക്കുന്ന, ശിക്ഷിക്കപ്പെടുന്ന കുറ്റകൃത്യങ്ങളാണ്. സർക്കാരിന്റെ സഹായത്തോടെ സൗജന്യമായി ഇവയുടെ വന്ധ്യംകരണം നടത്താമെന്നതാണ് മറ്റൊരു പ്രത്യേകത. ഇതോടെ ഇവയുടെ എണ്ണം വർദ്ധിക്കുന്നത് കുറഞ്ഞു. വളർത്തുമൃഗങ്ങളെ വാങ്ങുന്ന രീതി മാറ്റി ദത്തെടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ഏകോപിപ്പിച്ചു. അതിനായി ദേശീയ തലത്തിലാണ് ക്യാമ്പയിനുകൾ നടത്തുന്നത്. പ്രാദേശിക കമ്മ്യൂണിറ്റികളുമായി ചേർന്ന് തെരുവിലാക്കപ്പെടുന്ന നായകൾക്കടക്കം ഇവർ ഷെൽട്ടറുകൾ ഉണ്ടാക്കി. പൊതുജനത്തിന്റെ സഹകരണത്തിലൂടെ മികച്ച മൃഗക്ഷേമ നിയമങ്ങളിലൂടെ കൃത്യമായി കൈകാര്യം ചെയ്ത് കർക്കശ നിലപാട് സ്വീകരിച്ചാണ് നെതർലൻഡ്സ് മുന്നോട്ടു പോകുന്നത്. ഇതോടെ നെതർലൻഡിലെ തെരുവുകൾ തെരുവു നായകൾ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ഇടമല്ലാതായി മാറി. കാര്യങ്ങളിൽ കൃത്യമായ അറിവില്ലാത്തതും മതിയായ നിയമങ്ങളില്ലാത്തതും വന്ധ്യംകരണം കൃത്യമായി നടക്കാത്തതുമൊക്കെയാണ് മറ്റ് രാജ്യങ്ങളിൽ തെരുവു നായ്ക്കളുടെ എണ്ണം വർദ്ധിക്കുന്നതിന് കാരണമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്.